നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബിആർപുരം തച്ചുടപ്പറമ്പ് 32-33 വാർഡുകളിലെ ജവഹർ, ചാച്ചാജി, പ്രിയദർശിനി, ഐശ്വര്യ അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി. ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപജില്ലാ ശിശുദിന ആഘോഷ റാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കാടുകുറ്റിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ടാക്കിയ മിന്നാരി അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികൾ സംയുക്തമായി ആമ്പല്ലൂരിൽ ശിശുദിന റാലി നടത്തി. ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഔഷധ ഉദ്യോഗമേള 2024 സംഘടിപ്പിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര GHS സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. ശിശുദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഡ്രോയിംഗ് കിറ്റുകൾ വിതരണം ചെയ്തു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10-ൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. ബന്ധുവീട്ടിലേക്ക് വന്ന് വടിയറിയാതെ നിന്നിരുന്നയാളെ ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ബിആർപുരം തച്ചുടപ്പറമ്പ് 32-33 വാർഡുകളിലെ ജവഹർ, ചാച്ചാജി, പ്രിയദർശിനി, ഐശ്വര്യ അങ്കണവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി. ബിആർപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി കൌൺസിലർ ഷിബു വാലപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി ടീച്ചർമാരായ സിന്ധു തിലകൻ, ജെസി ബിജു, ആതിര വിജയൻ, കാർത്തിക സുനിൽ, ഹെൽപ്പർമാരായ ജയരാജൻ, ബിജി തങ്കച്ചൻ, മീനു കുട്ടപ്പൻ, ഉഷ മണി ശർമ്മ, ആശാ വർക്കർമാരായ പ്രസീത സന്ദീപ്, റോൺസി ബിജു എന്നിവർ നേതൃത്വം നൽകി. നാട്ടിലെ കുട്ടികളെ ചേർത്തിരിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പല ഭരണകർത്താവാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുരക്ഷിതമായിട്ട് ആഘോഷിക്കുകയും. ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. വത്സൻ ചമ്പക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിച്ച് UDF പാർലമെന്ററി പാർട്ടി യോഗം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൌൺസിൽ യോഗത്തിൽ എടുക്കുവാൻ തീരുമാനിച്ചു. ഭരണസമിതി അംഗം തന്നെ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്ക് വിലമുതിർന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ ഷിബു, ബിജു S ചിറയത്ത്, MM അനിൽകുമാർ, ജോർജ് തോമസ് മാളിയേക്കൽ, തോമസ് മേലേപ്പുറം, സാബു കാട്ടാളൻ എന്നീ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ഒരു ദിവസം ഇന്നലെ തൊട്ട് ഒരു സമരമായി ഇവിടെ ഇരിക്കുകയായിരുന്നു. പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ശ്രീ എബി ജോർജ്, അതുപോലെ ശ്രീ ഷിബു വാലപ്പൻ, ബിജു വക്കീൽ, ജോർജ് കുട്ടി അടക്കമുള്ള
നേതാക്കന്മാർ വൈസ് ചെയർമാൻ ആലീസ് അടക്കം, തോമസ് ഏട്ടൻ ചാലക്കുടിയിലെ കോൺഗ്രസിൻ്റെ കോട്ടയിലെ മഹാത്മാഗാന്ധി സോഷ്യൽ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റും, അതുപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും, അതുപോലെ സാബു, എല്ലാവരും അടക്കം നടത്തിയ ചർച്ചയുടെ ഫലമായിട്ട് വത്സൻ ഈ നടത്തുന്ന സമരം നിരുപാധികം പിൻവലിക്കണമെന്ന് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെട്ടു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപജില്ലാ ശിശുദിന ആഘോഷ റാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത റാലി ചാലക്കുടി സെന്റ് മേരീസ് LPയിൽ നിന്ന് ആരംഭിച്ച് SH കോൺവെന്റ് LPയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം കൊരട്ടി LFC LP വിദ്യാർത്ഥിനി കുമാരി ക്ലെയർ റോസ് ലിയോ ഉദ്ഘാടനം ചെയ്തു. കോട്ടാറ്റ് സെയിന്റ് ആന്റണീസ് HS വിദ്യാർത്ഥിനി കുമാരി അന്ന ജോസ് അധ്യക്ഷത വഹിച്ചു. GLPS കോടാലിയിലെ കുമാരി കൃഷ്ണവേണി KJ, സെയിന്റ് ഡോൺബോസ്കോ HSലെ നീല ആൻഡു, കൊരട്ടി LFC HSSലെ കുമാരി അവനീജ TM, സെയിന്റ് ഡോൺബോസ്കോ HSലെ ഹോളിൻ ഡേവിസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ആലിസ് ഷിബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MM അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് ശ്രീ VS സുരേഷ്, വാർഡ് കൌൺസിലർ ശ്രീമതി നിത പോൾ, ശ്രീ ഷിബു വാലപ്പൻ, ശ്രീമതി ബിജി സദാനന്ദൻ, AEO ശ്രീമതി നിഷ PB, BBC ശ്രീ മുരളീധരൻ CG, HM ഫോറം കൺവീനർ ശ്രീമതി റാണി ജോൺ, ഫാദർ വർഗീസ് പാത്താടൻ, പ്രോഗ്രാം കൺവീനർ ശ്രീമതി ശ്രീജ IN, ശ്രീമതി ലിറ്റി, ശ്രീ അനിലാഷ് KM, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന ഇതാ കടന്നു വരുന്നു. ഇന്ത്യൻ ജനാധിപത്യ ചാലക്കുടി നഗരസഭയുടെയും ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ശിശുദിന റാലി ചാലക്കുടി നഗരവീഥിയിലൂടെ ഇതാ കടന്നു വരുന്നു. മേരീസ് സ്കൂൾ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ശിശുദിന റാലിയെ കാടുകുറ്റിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. കാടുകുറ്റി വൈന്തല കനാൽ റോഡിൽ താമസിക്കുന്ന മാളിയേക്കൽ വീട്ടിൽ തങ്കച്ചൻ, നെല്ലിശ്ശേരി വീട്ടിൽ സൈഞ്ചൻ, മകൾ അലീന, ഇതിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡിനോട് ചേർന്നുള്ള മാവിൽ കൂട് കൂട്ടിയിരുന്ന തേനീച്ചക്കൂട്ടം ഇന്നലെ സ്കൂട്ടറിൽ പോയിരുന്ന തെങ്ങ് കയറ്റ തൊഴിലാളിയെയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് ഇതുവഴി വന്ന 3 പേർക്കും കുത്തേറ്റു. ഏകദേശം 1.5 മാസത്തോളം മുൻപാണ് തേനീച്ചക്കൂട്ടം മാവിൽ കൂട് കൂട്ടിയത്. തേനീച്ചയുടെ കൂടിന് പൂർണ്ണത എത്താത്തതുകൊണ്ട് കാറ്റിൽ അടർന്നു വീഴുന്ന തേനീച്ചകളാണ് ഇതിലെ പോകുന്ന ആളുകളെ ആക്രമിക്കുന്നത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ജാക്സൺ വർഗീസ് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും രാത്രിയോടെ കൂട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. 9 മണി 9:00 കൂടി ഒരു തെങ്ങേറ്റക്കാരനാണ് ആദ്യമേ തന്നെ കുത്തേറ്റത്. പിന്നെ വൈന്തലയിലുള്ള നെല്ലിശ്ശേരി സൈഞ്ചൻ ആളുടെ മകൾക്കും പിന്നെ ആൾക്കും പിന്നെ ഈ പറയുന്ന ഈ മാളിയേക്കൽ തങ്കച്ചൻ ചേട്ടൻ ആൾക്കും തലയുടെ ഈ ഭാഗത്തും വയറിന്റെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് കുത്ത് കിട്ടിയത്. ഞാനൊരു 10 മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി 2 വീലർ എടുത്തതാണ്. എടുത്ത് ഗേറ്റ് അടച്ച് 2 വീലറിന് കയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തേനീച്ച മഹാളി ആ കൂട്ടം കുറച്ച് കൂട്ടം മെയിൻ കൂട്ടത്തിന് സെപ്പറേറ്റ് ആയിട്ട് പറന്നു വരുന്നത് കണ്ടു. ഞാൻ സ്കൂട്ടർ സ്പീഡിൽ ഓടിച്ചു പോയി. യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ്, പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി തേരുപറമ്പിൽ പ്രിൻസ്, കണ്ടശാങ്കടവ് കാരമുക്ക് സ്വദേശി ഒളാട്ട് വീട്ടിൽ ബിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
പ്രതികളെ പോലീസ് ബാംഗ്ലൂരിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത്. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഒക്ടോബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കി വിടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിലെ 2 പേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട 3 പേർ കൊടൈക്കനാൽ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച് വരികയായിരുന്നു. അറസ്റ്റിലായ ഹസീബിന് മതിലകം, കയ്പമംഗലം, വലപ്പാട്, കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രിൻസിന് കാട്ടൂർ, പുത്തൻകുരിശ് എന്നിവിടങ്ങളിലായി 2ഉം ബിനുവിന് വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിലായി 3ഉം കേസുകൾ ഉണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI-മാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI പ്രജീഷ്, CPO-മാരായ ഷിഹാബ്, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ടാക്കിയ മിന്നാരി അംഗൻവാടിയുടെ ഉദ്ഘാടനം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലാണ് മിന്നരി അംഗൻവാടി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അമ്പനോളി മുൻ വികാരിയായിരുന്ന ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിച്ചിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, ബ്ലോക്ക് മെമ്പർ TK അസൈൻ, ICDS സൂപ്പർവൈസർമാരായ വിജയലക്ഷ്മി PA, ബിജിമോൾ CS, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ്, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷത്തിൽ 22 അങ്കണവാടികളാണ് സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റിയിട്ടുള്ളത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികൾ സംയുക്തമായി ആമ്പല്ലൂരിൽ ശിശുദിന റാലി നടത്തി. പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അങ്കണവാടിയിൽ നിന്ന് ആരംഭിച്ച റാലി പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസൺ തയ്യാലക്കൽ, ICDS സൂപ്പർവൈസർ സുധാകുമാരി, അംഗൻവാടി പ്രവർത്തകരായ VB ബിന്ദു, VV രമണി, KJ ലിനി, K ജയ, KK സരിത, TD സിജി, MR സുനന്ദ, നിഷ തോമസ്, ഇന്ദിര മോഹനൻ, TP ത്രേസ്യ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 3, 4, 5, 6, 8 എന്നീ അങ്കണവാടികളിൽ നിന്നായി നിരവധി കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. 4ാം നമ്പർ അങ്കണവാടിയിൽ നടന്ന സമാപന ചടങ്ങിൽ കുട്ടികൾ ചാച്ചാജിയുടെ ചിത്രങ്ങൾ വരച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഔഷധ ഉദ്യോഗമേള 2024 സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഔഷധ ഉദ്യോഗമേള 2024 സംഘടിപ്പിച്ചത്. ഫാക്കൽറ്റി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ രാജശ്രീ RS ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജയൻ PM മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഫാദർ മനോജ് മേക്കടത്ത് അധ്യക്ഷത വഹിച്ചു. നിഷിത്, VJ ജോജി, ദീപു ദിനേശ്, ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു എന്നിവർ സംസാരിച്ചു. ഫാർമസിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയവർ, B.Pharm, M.Pharm അവസാന വർഷ വിദ്യാർത്ഥികൾ, ഫാംഡി ഇന്റേൺസ് എന്നിവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഔഷധ നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, പ്രമുഖ ചെയിൻ ഫാർമസികൾ എന്നീ മേഖലകളിൽ ഉദ്യോഗത്തിനായുള്ള തെരഞ്ഞെടുപ്പാണ് ഔഷധ ഉദ്യോഗമേളയിൽ സംഘടിപ്പിച്ചത്. വിദേശത്തുള്ള ഫാർമസി ഉപരിപഠനത്തിന്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ വിദഗ്ധർ നയിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര GHS സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് സുനിൽ കുമാർ കെ അധ്യക്ഷത വഹിച്ചു. ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ സുധീർ വെള്ളിക്കുളങ്ങരയെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പാൾ സുധീർ എം, ഹെഡ്മിസ്ട്രസ് താജുദ്ദീൻ KK, പൊതുപ്രവർത്തകൻ KR സോമനാഥൻ, PTA അംഗം NV ബിജു, സീനിയർ അസിസ്റ്റന്റ് ഡിംപിൾ ടീച്ചർ, NSS പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന എന്നിവർ സംസാരിച്ചു. ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ആളുകളെ വിളിച്ച് ഇങ്ങനെ രക്തം കൊടുക്കുന്ന ഒരു വലിയ സംഘടന DYFI എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഏറ്റവും അധികം രക്തം ദാനം ചെയ്ത ഒരു യുവജന സംഘടന കൂടിയാണ് DYFI. അത്തരം പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് നമ്മളിത് പറയാറുണ്ട്. ശിശുദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഡ്രോയിംഗ് കിറ്റുകൾ വിതരണം ചെയ്തു. ചെങ്ങാലൂർ ഗവൺമെന്റ് സ്കൂളിലെ LKG UKG ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റെനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആൻസി ജോബി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പാറപ്പുള്ളി, ഹെഡ്മാസ്റ്റർ തോമസ് സർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ റിൻഡോ ജോൺസൺ, അഖിൽ എസ് മേനോൻ, വിനോദ് നാറ്റൂർ, അബു, അർജുൻ സുരേഷ്, ഷെൽബിൻ വടക്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സന്തോഷത്തോടുകൂടി അവർ തരികയാണ്. അത് ആ ചടങ്ങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട് ഇന്ന് കുട്ടികൾക്ക്. ചാച്ചാജി നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും തന്നതുപോലെ, നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം തന്നതുപോലെ, അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ചാച്ചാജിക്ക്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10 ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. വരാക്കര അങ്കണവാടി 23, 24 നമ്പർ സെന്ററുകളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വർക്കർമാരുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വരാക്കര MLA നഗറിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വർക്കർമാരായ വിനീത വസന്തൻ, ശ്രീരേഖ, അനിത, ഉഷ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അംബിക ചന്ദ്രൻ, ശശി ലാങ്ങാടൻ, ജോൺസൺ മാപ്രാണത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ബന്ധുവീട്ടിലേക്ക് വന്ന് വഴിയറിയാതെ നിന്നിരുന്നയാളെ ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി കറപ്പം വീട്ടിൽ ഹാജിഷ്, വടിയമ്പലം സ്വദേശി തോപ്പിൽ മുഹമ്മദ് മുഹസിൻ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണുത്തി സ്വദേശിയായ യുവാവിനെയാണ് ഇവർ അകാരണമായി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI മാരായ KS സൂരജ്, ബിജു, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, സുനിൽകുമാർ, CPOമാരായ ഷെരീഫ്, സുനിൽകുമാർ, ശ്യാം എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,935 രൂപ, പവന് 55,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിആർപുരം തച്ചുടപ്പറമ്പ് 32, 33 വാർഡുകളിലെ ജവഹർ, ചാച്ചാജി, പ്രിയദർശിനി, ഐശ്വര്യ അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി. ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപജില്ലാ ശിശുദിന ആഘോഷ റാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കാടുകുറ്റിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു.
12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ടാക്കിയ മിന്നാരി അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികൾ സംയുക്തമായി ആമ്പല്ലൂരിൽ ശിശുദിന റാലി നടത്തി. ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഔഷധ ഉദ്യോഗമേള 2024 സംഘടിപ്പിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര GHS സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. ശിശുദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഡ്രോയിംഗ് കിറ്റുകൾ വിതരണം ചെയ്തു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10 ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. ബന്ധുവീട്ടിലേക്ക് വന്ന് വഴിയറിയാതെ നിന്നിരുന്നയാളെ ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. പുതുക്കാട് ചാലക്കുടി മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.